അനിലാമ്മ പഠിപ്പിച്ച് വളർത്തിയ ആൾക്കാർ ഇപ്പൊ പല പല മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഉവ്വ്. അതായത് ഈ തെരുവിൽ അന്ന് ചെല്ലുന്ന സമയത്ത് വിദ്യാഭ്യാസമില്ല, എന്താണ് ശുചിത്വമില്ല, ഒന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് പെറുക്കിയെടുത്ത ഈ ആളുകളെ പ്രാഥമിക വിദ്യാഭ്യാസം നൽകി പിന്നെ ഹയർ എഡ്യൂക്കേഷൻ നൽകിയൊക്കെ വളർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആരെയെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടോ? ആം, ഒരു നമ്മളൊരു കോവൈ ക്ലാസ് നടത്തിയിരുന്നു. അത് കളക്ടറുടെ കീഴിലുള്ള ഒരു പരിപാടിയാണ്. സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല, സ്കൂളിൽ കുട്ടികൾ സ്കൂളിൽ പോകാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ നടത്താം. അങ്ങനെ ഒരു എന്ത് ക്ലാസ്സാണ്? കോവൈ ക്ലാസ്. കോവൈ കോവൈ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ കളക്ടറേറ്റായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു കോവൈ. പരിപാടി. അതിൽ കളക്ടറാണ് അതിന്റെ ഹെഡ്. അപ്പൊ നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ നമ്മൾ തുടങ്ങിയ ഒരു 600 കുട്ടികൾ അതിൽ പഠിച്ച് നോർമൽ സ്കൂളിലേക്ക് ചേർത്ത് വിട്ടു വരെ. 600 കുട്ടികൾ. അതിന് നമുക്ക് അവാർഡ് തന്നു കളക്ടർ, ഏറ്റവും നല്ല സെന്റർ എന്നുള്ളതല്ലേ. അതുപോലെ FCH സെന്റർ ഉണ്ടായിരുന്നു, മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു അവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം MCH പ്രോഗ്രാം കോയമ്പത്തൂർ ഡയസസ് വഴി നടത്തിയിരുന്നു. അതിലും ഏറ്റവും നല്ല സെന്റർ നമ്മുടേതായിരുന്നു. അതിനും അവാർഡ് തന്നിട്ടുണ്ട്. എത്ര അവാർഡുകൾ കിട്ടി? ഇപ്പം അവാർഡുകൾ ഒരു 15-16 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. മികച്ച സാമൂഹിക പ്രവർത്തക അല്ലേ? ഏതൊക്കെ പ്രധാനപ്പെട്ട ഓർക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഞാൻ വിലമതിക്കുന്നത് ഗുഡ് സമാരിറ്റൻ അവാർഡാണ്. നമുക്ക് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ചിക്കാഗോ അമേരിക്ക ചിക്കാഗോ കൂടി ചേർന്ന് തന്ന ഒരു അവാർഡാണ്. അത് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ വെച്ച് അത് മിനിസ്റ്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നാണ് തന്നത്. ചിക്കാഗോയിൽ നിന്നും ഒരു അച്ഛൻ വന്നിരുന്നു. ഇത് ഈ ഒരു സാമൂഹ്യ സേവന വഴികൾ ഒരുപക്ഷെ ഈ പ്രൊവിൻസിന്റെ ഏത് പ്രൊവിൻസാണ്? തൃശ്ശൂര്. ഞാൻ തൃശ്ശൂരാണ് ചേർന്നത്. പിന്നെ പഠിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഓപ്ഷൻ നടന്നപ്പോൾ ഞാൻ ഈ കാരവടയിലെ ജനങ്ങളുടെ സ്ഥിതികളൊക്കെ കണ്ടതുകൊണ്ട് അവിടെ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിലേക്ക് വീണ്ടും റീഓപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് തൃശ്ശൂർക്ക് വരാമായിരുന്നു. ഈ പാലക്കാട് പ്രൊവിൻസില് ഇപ്പം 43 വർഷമായിട്ട് ഈ ഒരു സേവന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രൊവിൻസിന്റെ അധികാരികൾ അല്ലേ, അപ്പൊ ഈ അനിലാമ്മയുടെ സേവന വഴികളിലൂടെ എത്ര ആളുകളിലേക്ക് പിന്നീട് പിന്തുടർച്ചയുണ്ടായി? എത്ര പേരെ പിന്നെ സോഷ്യൽ സർവീസ് പഠിപ്പിക്കാൻ വിട്ടു ഈ മേഖലകളിലേക്ക്? ഇപ്പോൾ എത്ര പേര് അതിനകത്ത് ഇൻവോൾവ് ആണ്? ഞങ്ങളുടെ സഭ എപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അധികാരികളാണ്. പ്രത്യേകിച്ചും ആലുവയിൽ ഒരു പ്രാവശ്യം ജനറൽ ചാപ്റ്റർ നടക്കുമ്പോൾ എന്നെ വിളിച്ച്, ജനറാളമ്മ എൻ്റെ ബാച്ചുകാരി തന്നെയാണ്, സിസ്റ്റർ ആൻ ജോസഫ്. സിസ്റ്റർ വിളിച്ച് ചാപ്റ്ററിൽ വെച്ച് ഹോണർ ചെയ്തു. പിന്നെ എന്നെ താഴെയുള്ള സിസ്റ്റേഴ്സ്, MSW പഠിച്ച ഒത്തിരി സിസ്റ്റേഴ്സും ലൈ പീപ്പിളും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എത്ര സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്? ഒരു 10-15 പേര് കാണും. ഇപ്പൊ പല ബ്രാഞ്ചുകളായിട്ട് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, പല ബ്രാഞ്ചുകളായിട്ട് FCC സന്യാസ സഭയ്ക്ക് സോഷ്യൽ വർക്കിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷയും ഒക്കെ അല്ലെ? നിരവധി മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സാമൂഹ്യ സേവനത്തിന്റെ മുഖമായിട്ടാണ് അനിലാമ്മ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സന്യാസ ജീവിതം നമുക്ക് തമ്പുരാൻ ഈ ഒരു ദൈവവിളി തന്നപ്പോൾ ഈ ജനങ്ങളുമായിട്ട് നമുക്ക് ജീവിതം സമർപ്പിച്ച് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു. ആ ഒരു ജീവിതാനുഭവത്തെ, സന്യാസത്തെ എങ്ങനെയാണ് കാണുന്നത്? സോഷ്യൽ വർക്കും സന്യാസവും തമ്മിൽ, പിന്നെ സന്യാസിയാകണം നിർബന്ധമില്ലല്ലോ സോഷ്യൽ വർക്ക് ചെയ്യാൻ. ആർക്ക് വേണമെങ്കിലും സോഷ്യൽ വർക്ക് ചെയ്യാം, സർക്കാരിന്റെ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാം, ഫണ്ട് വരുത്താം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഒരു സന്യാസിനി ഇത് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രത്യേക ബഹുമാനം ഏത് അധികാരികളായാലും തരുന്നുണ്ട്, സന്യാസിക്ക് തരുന്നുണ്ട്. അല്ല, അത് നമുക്ക് കിട്ടുന്നത് ഈ ജനത്തിന് എന്ത് കിട്ടും? ജനത്തിന് അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് നമ്മളിൽ. എന്ത് കാര്യത്തിൽ അമ്മ വീടെന്നാ പറയാ നമ്മുടെ സ്ഥാപനത്തിന്. വാൽപ്പാറയും കാരമടയൊക്കെ അമ്മ വീട്, അവരുടെ അമ്മ വീട് എന്നാണ് പറയാ. ഏത് പ്രശ്നത്തിനും അവർക്ക് ഓടി വരാം. നമ്മൾ അത്രയും പ്രവർത്തനങ്ങൾ പറയുന്നത് നമുക്ക് ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കാൻ സമയമില്ല എന്നുള്ളൂ. ഒത്തിരി പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. അല്ല, ഒന്ന് സോഷ്യൽ എംപവർമെന്റ്, അവരെ സോഷ്യലായിട്ട് അവരെ വളർത്തുക. അതിന് പ്രസ്ഥാനങ്ങൾ, ഈ SHGs, പിന്നെ JLG എന്ന് പറയും, അതുവഴിയായിട്ട് അവര് JLG ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്, അതിൽ 4 പേര് മതി. അവർക്ക് എന്തെങ്കിലും തൊഴിൽ അവർക്ക് ചെയ്യാൻ എത്ര രൂപ വരെയും ലോൺ എടുക്കാം.
കിട്ടും ഈസി ആയിട്ട്. 2 ദിവസം വന്ന് അവർ ജോലി പറഞ്ഞാൽ മതി, സാധനം കയ്യിൽ കിട്ടും. പണ്ടൊക്കെ കിട്ടാൻ വലിയ വിഷമമായിരുന്നു. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സ്ഥാപനം വഴി ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ പാവപ്പെട്ട മക്കൾക്ക് എത്താനും തൊഴിലുകൾ ചെയ്യാനും പല തൊഴിൽ ചെയ്യാനുള്ള പരിശീലനങ്ങളും നമ്മൾ കൊടുക്കും. അതുപോലെ ബാങ്ക് ലിങ്കേജ്, അവർ തന്നെ ബാങ്കിൽ പോകാൻ പഠിച്ചു. ആദ്യമൊക്കെ അവർ വീട്ടിൽ നിന്ന് പുറത്തെടുക്കാത്ത ആളുകൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോകാനും കളക്ടറെ പോയി കാണാനും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ പഠിച്ചു. അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യാൻ പഠിച്ചു. പ്രത്യേകിച്ച് സ്ത്രീകൾ എംപവേർഡായി. പിന്നെ അതുപോലെ സോഷ്യൽ വിമൻ എംപവർമെൻറ്റ്, അതാണ് ഞങ്ങൾ സാധിച്ചത്. പിന്നെ എഡ്യൂക്കേഷൻ ലെവൽ, ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് എഡ്യൂക്കേഷൻ ലെവലിൽ അവരെ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ട്യൂഷൻ സെൻറ്റേഴ്സ് ഗ്രാമങ്ങളിൽ നടത്തുകയും പിന്നെ അവർക്ക് ഡയറക്ഷൻസ്, ചിലർ പ്രശ്നങ്ങളായിട്ട് വരുന്നവരുണ്ടാവും, അവരെ നമ്മൾ ഡയറക്റ്റ് ചെയ്യും. അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവിടെ ഒരു കുടുംബത്തിൽ തെങ്ങ് കയറുന്ന ജോലിയാണ് ഭർത്താവിന്. ഇയാൾ വലിയ ഒരു അരിവാളും പിടിച്ചിട്ട് കുടിയുടെ പ്രശ്നം കൊണ്ട് പിടിച്ച് ഭാര്യേനെയും അമ്മേനെ അപ്പനൊക്കെ വെട്ടാൻ ചെല്ലാണ്. കുട്ടികൾ പേടിച്ച് ഒളിക്കുക, അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അവസാനം അവിടുത്തെ പ്രസിഡന്റ് ആ കുട്ടികളെ രണ്ടേയും കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു അന്ന് ഇവരെ ഒന്നുകൂടെ കുറച്ച് കാലത്തേക്ക് നിർത്തണം, വേറെ എന്തെങ്കിലും വഴി കണ്ടിരിക്കുന്നവരെ വീട്ടിൽ നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ കൊന്നുകളയും. അപ്പം അങ്ങനെ നമ്മൾ 1-2 മാസം താമസിപ്പിച്ചു. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ കുന്നൂരിലൊരു സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ അയച്ചു. CMS എന്ന് പറയും, ഇപ്പോൾ ക്രിസ്ത്യൻ മിഷൻ സർവീസ്. അവിടെ ചെന്ന് അവിടെ എല്ലാ ചിലവരെടുത്തോളം ബൈബിൾ കാണാതെ പഠിപ്പിക്കും അവരെ. അങ്ങനെ ഒരു ഗുണമൊക്കെ ഉണ്ട് അവിടെ പോയി പഠിച്ചാൽ. അപ്പം ഞാൻ അവിടെ 100 കണക്കിന് കുട്ടികളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പഠിക്കാൻ സാധ്യതയില്ലാത്തവരെ അങ്ങനെ വിടും. അതുപോലെ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, ക്ലെയർ ബോയ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ പെൺകുട്ടികളെ നോക്കുന്ന സ്ഥലം നമ്മളവിടെ ഉണ്ട്. അതിലും 100-600 കുട്ടികൾ പഠിച്ച് പോയി +2 വരെ നമ്മൾ പഠിപ്പിക്കും. അതായത് നിർധനരായവരെയും അല്ലെങ്കിൽ പഠിക്കാണ്ട് ബോണ്ടഡ് ലേബറിന് പോകുന്നവരെയും അങ്ങനത്തെ കുട്ടികളെയാണ്, വിഡോസിൻ്റെ കുട്ടികൾ, അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഒരു സമഗ്രമായ മാറ്റമാണ് ഒരു നാട്ടിനുണ്ടാകുന്നത്. ഒരു നമ്മുടെ സന്യാസിനി സഭയുടെ, പ്രത്യേകിച്ച് FCC സഭയുടെ ഈ പാലക്കാട് പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പരിപാടി ആ ഒരു നാടിന് സമഗ്രമായ ഒരു മാറ്റത്തിന് കാരണമായി. വിദ്യാഭ്യാസം മാത്രമല്ല, ആതുര ശുശ്രൂഷ മേഖലയിലും സാംസ്കാരികപരമായിട്ട് അല്ലേ, അന്നുണ്ടായിരുന്ന ഒരു സാംസ്കാരിക രീതി അല്ല എന്നുള്ളത്. അപ്പൊ ആളുകൾ വീടുകൾ വയ്ക്കുന്നു, ജോലികൾ നേടുന്നു, അപ്പൊ അവരുടെ മക്കൾ പഠിക്കുന്നു അല്ലേ. അപ്പൊ എത്ര തലമുറ ഇപ്പൊ അനിലാമയോട് ചെന്നപ്പോൾ പഠിപ്പിച്ച ആളുകൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി, അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ തന്നെ വന്നുമൊക്കെ പഠിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ എത്ര തലമുറകളെയാണ് പരിശീലിപ്പിച്ചത്? രണ്ടാമത്തെ തലമുറ, ആയിരിക്കില്ല, മൂന്നാമത്തെ. ഒരു 10 വർഷം കൂടിയാലും നമുക്കറിയാലോ അല്ലേ. അത്രയും ഒട്ടേറെ തലമുറകളുടെ ഒരു അനുഗ്രഹ നിക്ഷേപമായിട്ട് അനിലാമ്മ മാറുകയാണ്. ഞാൻ സിസ്റ്റർ അഡ്ലൈഡ്, മുൻ പ്രൊവിൻഷ്യൽ സറാഫി പ്രൊവിൻഷ്യൽ ഹൗസ് പാലക്കാട്. ആരംഭഹീനരിലേക്കും അശരണരിലേക്കും മാനസിക രോഗികളിലേക്കും ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങളുള്ള മുതിർന്നവരിലേക്കും കുട്ടികളിലേക്കും കടന്നു ചെല്ലുക എന്ന നല്ല ഇടയന്റെ മാതൃക പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോവിൻസിന്റെ സ്ഥാപനങ്ങളാണ് ക്ലെയറില്ലം കാരമട, അസിസി നിലയം അട്ടപ്പാടി, സെയിന്റ് ആന്റണീസ് കരൂർ, അനുഗ്രഹഭവൻ ചിറ്റടി, സെന്റ് തോമസ് ഓൾഡ് ഏജ് ഹോം കോയമ്പത്തൂർ, സെന്റ് മേരീസ് ബാലഭവൻ നെല്ലിയാമ്പതി തുടങ്ങിയ ഈ പ്രോവിൻസിന്റെ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം നടത്തിപ്പ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗുഡ് ഷെപ്പേർഡിന്റെ സഹായത്താലും സഹകരണത്താലും ഇവരുടെ അനുഭവ സമ്പത്തിലുമാണ് വിജയകരമായി നടക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ടു ചേഞ്ച് ദ വേൾഡ് we must be good to those who cannot repay us. വീണ്ടും, to change the world we must be good to those who cannot repay us. തോബിത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ സിസ്റ്റർ അനലിയിൽ നിറഞ്ഞു നിരുന്നത് കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളും വിമർശനങ്ങളും തൻ്റെ 43 വർഷത്തെ
സേവനത്തിന് ഒരു വിഘാതവും വരുത്തിയില്ല. താനുമായി ബന്ധപ്പെടുന്നവരോട് നല്ലൊരു ആത്മബന്ധവും സ്നേഹബന്ധവും കാത്തു സൂക്ഷിക്കാൻ സിസ്റ്ററിന് സാധിച്ചു. അർപ്പണ ജീവിതം അനശ്വരമാക്കി തീർക്കാൻ സിസ്റ്റർ അനിലയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയ കർമ്മനിലമാണ് ഗുഡ് ഷെപ്പേർഡ് കാർമഡെയിൽ. സിസ്റ്ററിന്റെ സേവനം അംഗീകരിച്ചുകൊണ്ട് സഭാതലത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല അവാർഡുകളും സിസ്റ്ററിന് സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായി. പരിശുദ്ധ പിതാവ് ഇന്ന് നമ്മോട് ചോദിക്കുന്നു, when we meet the person truly in need, do we see the face of God? എല്ലാമേ ഈ നമ്മുടെ ഈ ഒരു സെന്ററിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ഇത് വികസിച്ചെന്ന് പറഞ്ഞല്ലോ. ഉവ്വ. അവ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ബ്രാഞ്ചസ് സ്ഥാപിക്കപ്പെട്ടത്? വാൽപ്പാറ, എട്ടിമട 2 സ്ഥലം. വാൽപ്പാറ, എട്ടിമട. പിന്നെ പിന്നെ നമ്മൾ ഒരു കരുണയില്ലം എന്ന് പറഞ്ഞൊരു സ്ഥാപനം. കരുണയില്ലം എവിടെയാണ്? കാരമണയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെ. ഓക്കെ. അത് ഇവിടെ തുടങ്ങിയതാണ്. പക്ഷെ ആളുകൾ കൂടിയപ്പോൾ വേറെ സ്ഥലം വാങ്ങി തനിയെ രജിസ്റ്റർ ചെയ്തു. അവിടെ ഒരു 60 പേര് എപ്പോഴും ഉണ്ടാവും. അവർ മിക്കതും ഈ സുബോധമില്ലാതെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചുറ്റി നടക്കുന്നവർ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവർ, മാനസിക രോഗികൾ, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അത് ആ സ്ഥാപനം ഈ സൊസൈറ്റിയാണ് തുടങ്ങിയത്. അതുപോലെ ക്ലയർ ഭവൻ ഈ സൊസൈറ്റിയിൽ തുടങ്ങിയതാണ്. പിന്നെ ഒരു റെഡിമെയ്ഡ് ഗാർമെൻറ്റ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ പാവപ്പെട്ടവരും വിഡോസും ഒക്കെ ആയിട്ടുള്ള അവർക്കൊരു ഉപജീവനത്തിലുള്ള മാർഗമായിട്ട് അതും വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ തൊട്ടിപ്പാളയം എന്ന സ്ഥലത്ത് ഇവാഞ്ചലൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മരിച്ചുപോയ ഇരുമൻ പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് അവിടെ ഒരു സ്ഥലം വാങ്ങാൻ ആവശ്യപ്പെട്ടു എന്നോട്. കാരണം നമ്മൾ ഒത്തിരി നന്മകൾ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ദൈവത്തിന് കൊടുക്കണ്ടേ എന്നൊക്കെ എപ്പോഴും ചോദിക്കും. റോമിൽ പോയിട്ട് വരുമ്പോൾ ഇത് ചോദിക്കുക എപ്പോഴും, അവിടെ പോപ്പ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഇത്തിരി സ്ഥലം മേടിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം മേടിച്ചു. പിന്നെ ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒരു വാടക വീടെടുത്ത് ജനങ്ങളോടൊപ്പം, വിത്ത് ദ പീപ്പിൾ, ജനങ്ങളോടൊപ്പം അവരുടെ സങ്കടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുകൊണ്ടുകൊണ്ട് കോയമ്പത്തൂർ രൂപതയുടെ പേരിൽ അവിടെ സുവിശേഷ ജീവൻ ജ്യോതി എന്ന പേരിൽ ഒരു സ്റ്റേഷൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ അതിലേക്ക്, ആ വില്ലേജിൽ മിക്ക ആളുകൾ യേശുവിനെ അറിയാതെയായിട്ടുണ്ട്. ഒരു അവിടെ എല്ലാ സെലിബ്രേഷൻ, ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ഭയങ്കര സെലിബ്രേഷനാണ്. ഹിന്ദുസിൻ്റെ വലിയ വലിയ പ്രസിഡന്റും വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും മെയിനായിട്ട് വരാം. അതുകൊണ്ടൊരു പ്രശ്നമില്ല അവിടെ. അപ്പം അങ്ങനെ ഒത്തിരി പേര് മക്കളെ ദൈവത്തെ അറിയാനായിട്ട് ഇവാഞ്ചലിസ്റ്റ് സെൻ്ററായിട്ട് അറിയപ്പെടുന്നു. അതിനും തുടക്കമിട്ടത് നമ്മളാണ്. ദൈവം അതിനെ അനുവദിച്ചു. അതുപോലെ കാരമ്പട പള്ളി ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 10 വീട്ടുകാരുള്ളൂ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മഠമായിരുന്നു പള്ളി, മഠത്തിലൊരു റൂമാണ് പള്ളി. അങ്ങനെ ഒരു 30 വർഷക്കാലം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു 10-30 കുടുംബം ആകുന്നത് വരെ അവിടെയായിരുന്നു. അപ്പം ഞങ്ങൾ അവർക്കൊരു ആദിമ ക്രൈസ്തവ ചൈതന്യത്തിൽ ആണ് ജീവിച്ചിരുന്നത്. ഉള്ളത് അവരായിട്ട് പങ്കുവയ്ക്കും. അത്ര സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ അതും ദൈവം എന്നെ അനുവദിച്ചു. അതിനുവേണ്ടി സ്ഥലം തന്നെ പുതിയ പള്ളി പണിയാൻ സ്ഥലം കണ്ടുപിടിക്കാനും, പുതിയ പള്ളി സ്ഥലം കണ്ടുപിടിക്കാനും പള്ളി പണിയാനും ഒരു ഉപകരണക്കാൻ എന്നെയും ദൈവം അനുവദിച്ചു. കാരണം 600 വീടുകൾ നമ്മൾ അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീട് ദൈവത്തിന് വേണ്ടി ഒരു വീടുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. അതുപ്രകാരം പള്ളി ഇപ്പോൾ നല്ല പള്ളിയാണ്. കോയമ്പത്തൂർ മറ്റു പള്ളികൾക്കൊന്നും ഇല്ലാത്തതിലധികം സ്ഥലം, 1 ഏക്കർ സ്ഥലമുണ്ട് പള്ളിക്ക്. അത്രയും വിലയുള്ള സ്ഥലമാണ്. ചെയ്യാൻ അതിനനുവദിച്ചു. എത്ര ഇടവക്കാരുണ്ട് ഇപ്പം? 70 ഇടവക്കാർ. 70. അപ്പോൾ അവരും ഞങ്ങളും വളരെ ഒരുമയോടുകൂടെ ജീവിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ സഹകരണം, പ്രത്യേകിച്ച് വികാരി അച്ഛന്മാർ, അവർ എപ്പോഴും ഞാൻ കൺസൾട്ട് ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും അവരും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ കോയമ്പത്തൂർ രൂപതയും രാമനാഥപുരം രൂപതയും പാലക്കാട് രൂപതയും എന്നെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളവരാണ്. നന്ദിയോടെ ഓർക്കാണ് പ്രത്യേകിച്ച് പിതാക്കന്മാരെ, പോൾ പിതാവിനെയും പാലക്കാട്ട് ഇരുമൻ പിതാവിനെയും
മനത്തോടത്ത് പിതാവിനെയും ഇപ്പോൾ പീറ്റർ പിതാവിനെയും ഒക്കെ ഒരുമിച്ച് ഒരുപോലെ ജീവിക്കുന്നവരാണ്. എത്ര വർഷങ്ങളായില്ലേ, എത്രയോ അല്ലേ, 43 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അതുപോലെ സേവ ഫാമിലി സ്കീം വഴിയായിട്ട് ഒരു 600 കുടുംബങ്ങളെ നമ്മൾ തൊഴിൽ പരമായിട്ട് വളർന്നവരെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അത് പാലക്കാട്ട് രൂപത വഴിയാണ് എന്നെ സഹായിക്കുന്നത്. അതായത് ഇപ്പൊ ഇത്രയും വർഷങ്ങൾ തുടക്കം മുതൽ നമ്മൾ ഒരു മഠത്തിന്റെ ഒരു ഈ 4 മതിലുകൾക്കുള്ളിൽ ഒരു സുരക്ഷിത സ്ഥലത്തിനപ്പുറത്ത് ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള അരക്ഷിതമായിട്ടുള്ള ഒരു ഇടമാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്, അല്ലേ? എന്ന് പറഞ്ഞാൽ സ്വതവേ നമ്മൾ പറയുമ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കാം എങ്കിൽ പോലും അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു ത്രെട്ടോ, പിന്നെ നമുക്കിത് എങ്ങനെയും ഇത് നമ്മളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ഇത് ഈ സേവനം അധികം നിങ്ങൾ നടത്തേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സാമൂഹികമായിട്ടുള്ള ഏതെങ്കിലും ആളുകളിൽ നിന്നും അത് റയറായിട്ടുണ്ടായിട്ടുണ്ട്. ആരംഭത്തിലുണ്ടായിട്ടുണ്ട്, ഇടയിലുണ്ടായിട്ടുണ്ട്. നമ്മൾ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചിലർ ജീപ്പ് തടഞ്ഞു നിർത്തുക. പിന്നെ ഒരിക്കൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി ഇരിക്കുമ്പോൾ കുറച്ച് യുവാക്കൾ അവർ വന്നിട്ട് ചങ്കലയും കൊണ്ട് അടിക്കാൻ വന്നു. അപ്പം ഞാൻ സ്കൂളുകളിൽ നടത്തിയിരുന്ന ഒരു സ്കൂളിലായിരുന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഇവർ നല്ല കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചു. അതുപോലെ ഇപ്പോഴും ഉണ്ട്. ചില പുതിയ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ മതം മാറ്റം വന്നവരാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങളുടെ കൂടെ പരിചയമുള്ളവരുള്ളത് കൊണ്ട് ഇവർ അങ്ങനെയല്ല എന്നവർ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പ്രശ്നമില്ല. അതുകൊണ്ട് എല്ലാവർക്കും എൻട്രി ഉണ്ട്. എന്നെ സംബന്ധിച്ച് ധനവാന്മാരോടും അല്ലെങ്കിൽ വലിയ ആളുകളോടും പാവങ്ങളോടും ഒരേ ബന്ധം പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ശത്രുക്കളൊന്നും ആരുമില്ല. അല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് ഒരു സമർപ്പിത എന്നുള്ള നിലയിൽ, ഒരു സന്യാസിനി എന്നുള്ള നിലയിൽ എല്ലാ മനുഷ്യരെയും ദൈവമക്കളായിട്ട് കണ്ട് സേവനം അർപ്പിക്കുകയാണ്, അല്ലേ? അപ്പോൾ അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് അത്ര പരിചയമില്ലാത്ത ഒരു മാനസികാവസ്ഥയാണ്. പലരും ഈ സേവന മേഖലകളൊക്കെ തന്നെ വല്ലാതെ ചുരുങ്ങി അവരവരുടെ സമുദായത്തിന്, പാർട്ടിക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊക്കെ മാത്രമായിട്ട്, അല്ലെ നമ്മളെ വളരെയേറെ സഹായിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒക്കെ ഈ സേവനം ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് പല സോഷ്യൽ വർക്ക് ഗ്രൂപ്പുകളും ഓൺലൈൻ സേവന മേഖലകളും നന്മ മരങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവരവരുടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതല്ല. പക്ഷേ അനിലാമ്മ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ ബെനിഫിഷ്യറീസ് ആരാണ്? അനിലാമ്മയുടെ ഗുണഭോക്താക്കൾ ആരാണ്? എൻ്റെ ഗുണഭോക്താക്കൾ മെയിനായിട്ട് പറഞ്ഞ ഹരിജനങ്ങളാണ്. ദൈവത്തിൻ്റെ ജനങ്ങൾ, ഹരിജനങ്ങൾ. അവരാണ് ഈ പരിതാപകരമായ സിറ്റുവേഷനിൽ അവിടെ ജീവിച്ചിരുന്നത്. മറ്റവർക്കും കാശുള്ളവർക്കും അറിവൊന്നുമില്ലായിരുന്നു. അവർക്കും ഒത്തിരി നമ്മൾ ഒത്തിരി ട്രെയിനിങ്സിലൂടെയാണ് ഈ ജനങ്ങളെ മുഴുവൻ മാറ്റിയിരിക്കുന്നത്. കപ്പാസിറ്റി ട്രെയിനിങ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, ഇതുപോലെ ഈ ജാതി മത വ്യത്യാസമൊന്നും പാടില്ല, ആ രീതിയിലുള്ള ഒത്തിരി ട്രെയിനിങ്സ് വഴിയാണ് ജനങ്ങളെ അവബോധം കൊടുത്തിട്ട് മാറ്റിയിരിക്കുന്നത്. ഒരു കത്തോലിക്ക സമർപ്പിതയുടെ ഒരു സാമൂഹ്യ സേവനത്തിലൂടെ ഈ 40 വർഷത്തെ സാമൂഹ്യ സേവനത്തിലൂടെ സഭയ്ക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതായത് ഇപ്പം പിന്നെ ദൈവവിളി വർദ്ധിക്കുകയോ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയോ മതപരിവർത്തനം നടക്കുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്നാണല്ലോ പലരും ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു സമൂഹത്തിന്റെ മനസ്സിന്റെ പരിവർത്തനം, അല്ലെങ്കിൽ അവരുടെ ഒരു അറിവിന്റെ പരിവർത്തനം, ഒരു ബോധം, ഒരു പുതിയ ബോധം, ഒരു പ്രതിബോധ നിർമ്മിതി, ഇതൊക്കെയാണല്ലോ ഈ സോഷ്യൽ വർക്കിലൂടെ ചെയ്തത് സത്യത്തിൽ. അത് പക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിന് എത്രമാത്രം സ്വീകാര്യമാണ്? എങ്ങനെയാണ് അവരിതിനെ കാണുന്നത്? അവര് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വളരെ ചുരുക്കം ആളുകളാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുവരെന്ന് പേടിക്കുന്നവരുള്ളൂ. വളരെ ചുരുക്കം, വരലുമെണ്ണുള്ള ആൾക്കാരുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തെ എൻകറേജ് ചെയ്യുന്നവരാണ്, ഈ കുരിശപ്പേടിനെ അന്വേഷിച്ച് വരുന്നവരാണ്. എക്സ്പീരിയൻസിന് വേണ്ടി ഒത്തിരി ആളുകൾ വരും കുരിശപ്പേടിൽ. അതുപോലെ എന്താ പറയുക, അവരും ദൈവത്തെ പോലെ നമ്മളെ കാണണേ, അത് ചുരുക്കം പറഞ്ഞാൽ. അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ട് അങ്ങനെ അവർ കാണുന്നതായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഓർമ്മയിൽ വന്നത്, ഇപ്പം അടുത്തന്നെ ഞങ്ങൾ ഡോബി സോയിലാണ്ട് കിടക്കുക. ഡോബി വർഷങ്ങൾ അലക്കിയിരുന്ന ഡോബിയാണ്. അപ്പോൾ ഞാൻ ഒരു 5-6 വർഷം ഞാൻ വാൽപ്പാറ പോയതുകൊണ്ട് എന്നെ കാണാറില്ല. അപ്പോൾ ഇപ്പോൾ ആൾ മരിക്കാൻ കിടക്കുന്ന നേരത്ത് മകനെ വിട്ടിരിക്കുക, അനിലസിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നു.
ചെന്ന് ഭയങ്കര സന്തോഷമായി. ആള് മിണ്ടാതിരുന്ന ആൾ മിണ്ടി എഴുന്നേറ്റിരുന്നു. അവസാനം പറയാണ്, എനിക്ക് യേശുവിനെയും മാതാവിനൊക്കെ അറിയാം, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എന്നാലും അവരെക്കാളും വലിയ ദൈവമായിട്ടാണല്ലോ സിസ്റ്റർ കാണുന്നത് എന്നൊരു പ്രസ്താവന. അതൊരു ലൈഫിന് അനിലാമ്മയുടെ ജീവിതത്തിന്, സമർപ്പണ ജീവിതത്തിന്, സേവന ജീവിതത്തിന് കിട്ടിയ ഒരു നല്ല ഒരു റെസ്പോൺസ് ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് യേശുവിനെയോ മാതാവിനെയോ നേരിട്ട് കാണുന്നില്ല, അനിലാമ്മയിലൂടെ അവരത് കണ്ടു എന്നാണ് പറഞ്ഞത്. അവരത് കണ്ടു കഴിഞ്ഞു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സദ്വാർത്ത ആദ്യമായി കേട്ടത് പാവപ്പെട്ട ആട്ടിടയന്മാരാണ്. ഈ വചനം കേട്ടപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻസിൽ ഒരു നല്ലൊരു തീരുമാനം ഉരുത്തിരിഞ്ഞു. പാവങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ ഇടയിൽ പോയി അവരോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുവാൻ, ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വലിയ ഒരു തീക്ഷ്ണമായ ആഗ്രഹം ഞങ്ങളുടെ പ്രൊവിൻസിൽ രൂപം കൊണ്ടു. അപ്പോൾ അതിനുവേണ്ടി ആര് പോകും എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ബ്രെൻഡയോടൊപ്പം ഞാനും സമ്മതിച്ചു. അത് എവിടെ എങ്ങനെ നടക്കും എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ അനില എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കാരമട തൊട്ടിപ്പാളയം വില്ലേജിൽ അതിന് സൗകര്യമുണ്ട്, ഏറ്റവും നല്ല സ്ഥലം അതാണെന്ന് എനിക്ക് തോന്നുന്നു, അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ചെയ്തു തരാം. ഉടനെ ഇതൊരു നല്ല തീരുമാനമായി എടുത്തു. സിസ്റ്റർ ഊരിൽ പോയി എല്ലാ മക്കളെയും കണ്ടുകൊണ്ട്, ഇവിടെ സിസ്റ്റേഴ്സ് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടയിൽ സേവനം ചെയ്യാൻ സിസ്റ്റേഴ്സിന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഒരു വീട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്കെല്ലാം സന്തോഷമായി. അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വീട് അവർ സിസ്റ്ററിന് ഓഫർ ചെയ്തു. അങ്ങനെ 30 രൂപ വാടകയ്ക്കുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് അതിൽ ഞങ്ങൾ താമസം ഉറപ്പിച്ചു. ഒറ്റമുറി മാത്രമുള്ള ആ വീട്ടിൽ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഉച്ചവരെയുള്ള സമയങ്ങളിൽ വരുന്നവരെയൊക്കെ കേട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും വചന ശുശ്രൂഷ നടത്തിയും കൗൺസിലിംഗ് കൊടുത്തും അവരെ ദൈവോന്മുഖമാക്കാൻ, അവർക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ജനങ്ങളെല്ലാം ഞങ്ങളോട് സഹകരിച്ചു. സിസ്റ്ററിന് അറിയാമായിരുന്നതുകൊണ്ട് സിസ്റ്ററിന്റെ പിൻബലം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സിസ്റ്റർ ആ നാട്ടിൽ പ്രവർത്തിച്ചപ്പോൾ അവിടെ കുഴിച്ച ഒരു കുഴൽ കിണറിൽ നിന്നാണ് ഞങ്ങളും ആ ഊരിലുള്ള എല്ലാ മക്കളും വെള്ളം കുടിച്ചിരുന്നത്. ആ ഊരിലെ എല്ലാ മക്കളുടെയും സഹകരണത്തോടെ ഞങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ സാധിച്ചു. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കുടുംബങ്ങളിൽ ഈശോയെ സ്ഥാപിക്കുവാനും അങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമായി ഞങ്ങൾ ശ്രമിച്ചു. അപ്പോൾ ജനങ്ങളുടെ ആ വിഷമങ്ങള്, കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ധനസഹായം ചെയ്തു കൊടുക്കുവാനായി ഞങ്ങളുടെ അധികാരികളെ ഞങ്ങൾ സമീപിച്ചു. അവരിലൂടെ ഒത്തിരി പേർക്ക് സഹായം ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു. സിസ്റ്ററിന്റെ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെയൊരു പുതിയ സ്ഥലം ആരംഭിക്കുവാൻ സിസ്റ്റർ കാണിച്ചു തന്ന ആ നല്ല സഹകരണത്തിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. സഭയിൽ ഒരു പുതിയ സംരംഭം, ഒരു പുതിയ പ്രേക്ഷിത മേഖല ആരംഭിക്കുവാൻ സിസ്റ്ററിന്റെ ആ നല്ല സഹായ സഹകരണം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി. കർത്താവേ, ഈ മക്കളെയും ഇവരുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഒരായുസ് മുഴുവൻ ക്രിസ്തുവിനെ പ്രതി പൊതുസമൂഹത്തിന് സേവനമാക്കി നൽകിയ അനിലാമയ്ക്ക് ഈ ഒരു മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവരോടും ക്രൈസ്തവ ശുശ്രൂഷ മേഖലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട്, സേവനം സ്വീകരിക്കുന്നവരോടുമൊക്കെ എന്താണ് പറയാനുള്ളത്? എല്ലാം ദൈവപരിപാലനയായിട്ട് ഞാൻ കാണുന്നു. ദൈവം എന്നെ സൃഷ്ടിച്ചു, എനിക്ക് ചില കഴിവുകൾ തന്നു, ചില സാഹചര്യങ്ങൾ തന്നു, നല്ല ബന്ധങ്ങൾ തന്നു. അതെല്ലാം ഞാൻ ഉപയോഗിച്ചു. ഇന്ത്യയിലും എബ്രോഡും ഒക്കെ ഒത്തിരി നല്ല ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ കൊണ്ട് ഒത്തിരി പേർക്ക് നന്മ ചെയ്യാൻ പറ്റി. അതുപോലെ മറ്റുള്ളവരായിട്ടുള്ള ലിങ്കേജ്, മറ്റ് ഏജൻസികളായിട്ടുള്ള ബന്ധങ്ങൾ,
അതൊക്കെ ഒത്തിരി നന്മ ചെയ്യാൻ എനിക്ക് ദൈവം തന്ന അവസരത്തിന് നന്ദി പറയാനേ എനിക്കുള്ളൂ. പിന്നെ എൻ്റെ എൻ്റെ സഭ, പ്രത്യേകിച്ചും സെറാപ്പിക് പ്രൊവിൻസ് പാലക്കാട്ട് അധികാരികൾ, അവർ ചെയ്തിരിക്കുന്ന പ്രോത്സാഹനങ്ങൾ, രൂപത ലെവലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രോത്സാഹനങ്ങൾ, എൻ്റെ ടീം മെമ്പേഴ്സ്, വെരി ഡെഡിക്കേറ്റഡ് ടീം മെമ്പേഴ്സ്, അതെൻ്റെ ഒരു ഭാഗ്യമാണ്. സിസ്റ്റേഴ്സ് ആൻഡ് ലേ പീപ്പിൾ എല്ലാം പഠിച്ച ആളുകളാണ്. അതിനും അവരോട് നന്ദി അവരോട് ചിന്തിക്കുകയാണ്. പിന്നെ ഞാൻ അംഗമായിരിക്കുന്ന ഷെപ്പേർഡ് കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, അവരുടെ സഹകരണം, എല്ലാവരോടും ഞാൻ നന്ദിയോടെ വർക്ക് ചെയ്യാണ്, എല്ലാവരെയും. തീർച്ചയായും. അപ്പോൾ മനുഷ്യരെ ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യരോട് മനുഷ്യർ അവരെ ദൈവങ്ങളായിട്ട് കാണുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതിന് ഒരു ജീവിതം കൊണ്ടുള്ള ഒരു അടയാളമാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ അനില FCC. അപ്പോൾ അനിലാമ്മയുടെ ഈ ധന്യമായ ജീവിതം കേരള കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ഭാരത സഭയ്ക്കും എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ഒരു നല്ല FCC സന്യാസ സാക്ഷ്യമാണ്. ധന്യമാണ് ഈ ജീവിതം. തീർച്ചയായും അനിലാമ്മയ്ക്ക് ഇനിയും ധാരാളം പേർക്ക് നന്മ ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം, ദൈവം അനുവദിക്കുന്നിടത്തോളം അത് തുടരുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സന്യാസിനിയുടെ സമർപ്പണ ജീവിതം കൊണ്ട് ഒരു പൊതുസമൂഹത്തിനുണ്ടായ മാറ്റം, അത് നമ്മളുടെ രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവ സമർപ്പിത ജീവിതങ്ങൾ നിർവഹിക്കുന്ന പങ്കിനെ വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ധന്യമായ ഈ ജീവിതത്തിന് പ്രേക്ഷകരുടെ പേരിലും നന്ദി പറയുന്നു. മറ്റൊരു ധന്യമായ സമർപ്പിത ജീവിത സാക്ഷ്യവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.